നമ്മുടെ പൊട്ടറ്റോ വഴുതനങ്ങ മെഴുക്കുപുരട്ടി റെഡി. നമുക്കിന്ന് പൊട്ടറ്റോയും വഴുതനങ്ങയും വെച്ചൊരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ട സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. സബോള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി. പൊട്ടറ്റോയും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് പൊട്ടറ്റോ, ഇത് തക്കാളി, സബോള, ഇഞ്ചി, വെളുത്തുള്ളി അതരിഞ്ഞത്. ഇതിൻ്റെ വഴുതനങ്ങ അരിഞ്ഞതേ വെള്ളത്തിലിട്ടേക്കോ. കാരണം ഇതിൻ്റെ കറയുള്ളത് അതുകൊണ്ട് ഇച്ചിരി വെള്ളത്തിലിട്ട് കറ പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത്. പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിട്ട് കടുക് പൊട്ടി തുടങ്ങി. നമുക്ക് സവാള ഇടാം. കുറച്ച് ഉപ്പിടുന്നു. ഇളക്കാം നമുക്ക്. ഇനി നമുക്ക് ഇച്ചിരി ഇഞ്ചി ഇട്ടാലോ. വെളുത്തുള്ളി ഒപ്പം തന്നെ ഇടുവാണ്. വെളുത്തുള്ളി നമുക്ക് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇങ്ങോട്ട് ഇടാം. സവോള ഒരുവിധം വഴന്നിട്ടുണ്ട്. സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇടാം. ഇതിന് വേണ്ട പൊടികൾ എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് മല്ലിപ്പൊടി, ഇത് മുളക് പൊടി, ഇത് മഞ്ഞൾ പൊടി, ഇത് സബ്ജി മസാല പൊടി. നമ്മുടെ തക്കാളിയും സവോളയും എല്ലാം വഴന്നിട്ടുണ്ട്. അപ്പം പയ്യെ ചെറുതായി വന്നാൽ മതി. തക്കാളി ചെറുതായിട്ട് ഉടഞ്ഞ് വന്നാൽ മതി. ഇനി നമുക്ക് പൊടിയെല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇടാം. പൊടികളെല്ലാം വഴന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ചൂടായി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇടാം. അതുകൊണ്ടോ ഇനി ഇതിലേക്ക് വഴുതനങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ഇടുവാണേ. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് അത് വേവിക്കാൻ വയ്ക്കാം. ഇനി ഇത് മൂടി വയ്ക്കാം. വന്നിട്ട് ഇത് വേവാനുള്ള സമയം കൊടുക്കാം. തുറന്ന് നോക്കിയാലോ. നമ്മുടെ പൊട്ടറ്റോയും വഴുതനങ്ങയും ശരിക്കും വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നോക്കട്ടെ.